പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ നല്ലൊരു ദൈവവചന ഭാഗമാണ് ചിന്തിക്കുന്നത്. സങ്കീർത്തനം 56 അധ്യായം 8 വാക്യം. വചനം മറക്കരുത്. സങ്കീർത്തനം 56 അധ്യായം 8 വാക്യം. വചന പ്രകാരമാണ്: അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. ഈ വചനം നമ്മൾ 100 പ്രാവശ്യം 1000 പ്രാവശ്യം കേട്ടതാണ്. ഈ വചനം ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. ദൈവമായ കർത്താവ് ഇവിടെ ഇരിക്കുന്ന നമ്മളോട് പറയുന്നൊരു വാക്കായിട്ടൊന്ന് കേട്ട് നോക്കിക്കേ. അവിടുന്ന് നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിൽ ആരും എണ്ണാത്ത 2 കാര്യമായത്. ഇന്നുവരെ ആരും എണ്ണിയിട്ടില്ല. ഒരു വ്യക്തി പോലും ആരുടെയും കണ്ണുനീരും തുള്ളി എണ്ണാൻ പോകാറില്ല. നമ്മൾ വേണേ എണ്ണും. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ടൂറ് പോയ ആ നല്ല സന്തോഷത്തോടെ കൂട്ടുകാരോടൊത്ത് ഒരുമിച്ച് പോയ ഒരു നല്ല സംഭവം നമ്മൾ വേണേ ഇങ്ങനെ ഓർത്തിരിക്കും. കഴിഞ്ഞ വർഷം നമ്മളൊന്ന് പോയായിരുന്നു. നമ്മളൊരു കല്യാണത്തിന് പോയി, ഒരുമിച്ചിരുന്ന് വട്ടമിരുന്ന് സന്തോഷിച്ച് വർത്തമാനം പറഞ്ഞത്, ഭക്ഷണം കഴിച്ചത്, വീട്ടിൽ ഒരുമിച്ച് കൂടിയത്. സന്തോഷിച്ച നാളുകളും സമയവും എണ്ണാൻ ഇഷ്ടമാണ്, ഓർക്കാൻ ഇഷ്ടമാണ്. പക്ഷെയോ സങ്കടങ്ങൾ ആരും എങ്ങനെയും ഒന്ന് മൈക്രോവർ കൊണ്ട് പെൻസിൽ കൊണ്ട് എഴുതി മായ്ച്ചു കളയുന്ന പോലെ അതൊന്ന് പോയായിരുന്നെങ്കിൽ, അത് മാഞ്ഞു കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതാ. ഹല്ലേലൂയ. എന്നാ നോക്കിക്കേ, സഹനങ്ങൾ ദൈവം എണ്ണിയിട്ടുണ്ട്. നിങ്ങൾ ടി വിയുടെ മുമ്പിൽ ഇരുന്ന് ഒരു നല്ല കോമഡി പ്രോഗ്രാം കണ്ട് ഒരുമിച്ച് ചിരിച്ചു, അത് ദൈവം എണ്ണിയിട്ടില്ല കേട്ടോ. നിങ്ങളൊരു നല്ലൊരു പ്രോഗ്രാം കണ്ടു, ചിരിച്ചു, ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരുമിച്ച് ചിരിച്ചു, സന്തോഷിച്ചു, അതൊന്നും ദൈവം എണ്ണിയിട്ടില്ല. ദൈവം എണ്ണിയിരിക്കുന്നത്, ഞാൻ എൻ്റെ മുറിയിൽ കയറി ഒരു വലിയ സങ്കടം വന്നപ്പോൾ ആരും കാണാതെ എൻ്റെ മുറിയിൽ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് കരഞ്ഞത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ഭിത്തിയുടെ മേൽക്കൂര കാരണം ആരും കണ്ടിട്ടില്ല. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുകയാണ്, അവിടുന്ന് ഹൃദയം നൊന്ത് കരഞ്ഞ ആ കരച്ചിൽ ദൈവം എണ്ണിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും മറക്കരുത്, സന്തോഷിച്ച സന്തോഷമല്ല എണ്ണിയത്, നാം സങ്കടപ്പെട്ട സഹനങ്ങൾ ദൈവം എണ്ണിയിട്ടുണ്ട്. അത് വിലയുള്ളത് കൊണ്ടാണ്. ചേർന്ന് പറയാമോ ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുമ്പോൾ എത്രയോ സഹനങ്ങളിലായിരിക്കും നിങ്ങളുള്ളത്. ഒരു ഭർത്താവാണെങ്കിൽ, ഒരു ചേട്ടനാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കും, അയ്യോ കടബാധ്യത, വീട്ടിലെ പ്രശ്നങ്ങൾ, ഭാര്യയ്ക്കാണെങ്കിൽ ഒരു സ്നേഹമില്ല. 100 പ്രശ്നങ്ങൾ ഒരു ഭർത്താവിൻ്റെ മനസ്സിൽ കുടുംബത്തെക്കുറിച്ച് നോക്കുമ്പോൾ. ഭാര്യയുടെ മനസ്സിലോ, ഭർത്താവ് എന്താ കുടിച്ചു നടക്കുന്നു, ഒരു സാമ്പത്തികമായൊരു ഭദ്രതയില്ല, രോഗങ്ങളാണ്, മക്കളാണ് ശരിക്കും പഠിക്കുന്നില്ല. ഇത് ഭാര്യയുടെ മനസ്സിലുള്ള ദുഃഖം. ഇവരുടെ മാതാപിതാക്കളുടെ ദുഃഖമോ, മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പ്രാർത്ഥിക്കുകയില്ല, പള്ളിയിൽ പോവുകയില്ല, അവരൊന്ന് പറയുമ്പോൾ 2 തിരിച്ചു പറയണ സ്വഭാവം. വീട്ടിൽ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്കറിയാം, നെല്ലൊക്കെ കുത്തിയിട്ട് അതിൻ്റെ ആ അരിയുടെ പുറത്തുള്ള ആ ഉമിയെടുത്ത് കൂട്ടിയിട്ട് തീ കൊടുത്താൽ ഒരാഴ്ചയോളം നീറി കത്തും. പുറത്ത് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. നമ്മളൊരു കമ്പെടുത്ത് ഒറ്റ കുത്ത് നോക്കുമ്പോൾ കാണാം കുറച്ച് അടിയിലേക്ക് തീ ഇങ്ങനെ പഴുത്ത്, ഇങ്ങനെ തീ വെന്ത് നീറുന്ന പോലെ. അതുകൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നൊരു വചനമുണ്ട്, സങ്കീർത്തന വചനം പഠിപ്പിക്കുക, കണ്ണുനീര് കൊണ്ട് ഞാൻ എൻ്റെ കിടക്ക നനഞ്ഞുപോയി, കണ്ണുനീര് കൊണ്ട് ഞാൻ നനഞ്ഞു കുളിച്ചു, ശരീരം മുഴുവൻ സഹനത്തിൽ മൂടി പൊതിഞ്ഞു കിടക്കുക, ഉമി നീറി കത്തണത് പോലെ. ഇവിടെ ഇരിക്കുന്ന അനേകരുടെ ഹൃദയങ്ങൾ ഇങ്ങനെ നീറി കത്തുന്നുണ്ടാകും. എന്നാലും ദൈവവചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് നിന്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. ഹല്ലേലൂയ. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ രൂപം അതിൻ്റെ ഈശോ കൊച്ചുത്രേസ്യ കയ്യിൽ പിടിച്ചിരിക്കുന്നത് കുരിശാണ്. കൈ പിടിച്ചിരിക്കുന്നത് കുരിശ് കയ്യിൽ പിടിച്ച് കൊച്ചുത്രേസ്യ എപ്പോഴും ഈ സഹനത്തെ, കുരിശ് രൂപത്തെ ചേർത്ത് പിടിക്കുമായിരുന്നു. ഹല്ലേലൂയ. പാന്ത്രപ്പിയോ കുരിശ് ചേർത്ത് പിടിക്കും. ഒരുപാട് വിശുദ്ധർ കുരിശ് എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നടക്കാൻ ഇഷ്ടപ്പെട്ട ആളാണ്. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, നമ്മൾ നല്ല സന്തോഷമുള്ള നല്ല ദിവസമാണ്. സഹനങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും എണ്ണിയാൽ 100 വരെ എത്തുന്ന ഒരുപാട് സഹനങ്ങളുണ്ടാകും. ഇനി ഒരു സംഭവം ഇങ്ങനെയാണ് കേട്ടത്. റോമൻ ചക്രവർത്തിയായിരുന്നു
കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. ഈ ചക്രവർത്തിയാണ് മിലാൻ വിളംബരം പ്രഖ്യാപിച്ചത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഒരു സ്വഭാവ പ്രത്യേകതയായി ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്, ആൾക്ക് ക്രിസ്ത്യാനിയെ കണ്ണെടുത്താൽ ഇഷ്ടമല്ല. ക്രിസ്ത്യാനി ഇഷ്ടമല്ല, കുരിശ് ഇഷ്ടമല്ല, ഈശോ ഇഷ്ടമല്ല. ക്രിസ്തു മതം എന്ന് കേട്ടാൽ ആ വ്യക്തിയുടെ പ്രത്യേക ഈ വ്യക്തി ചെയ്യുന്നത് ജീവനോടെ സിംഹത്തിൻ്റെ കുഴിയിൽ എറിഞ്ഞു കൊടുക്കുക, തീ കത്തിച്ചിട്ട് അതിനകത്തോട്ട് പട്ടാളക്കാരെ കൊണ്ട് ആ വ്യക്തിയെ തള്ളിയിടുക, ആ വ്യക്തിയെ പീഡിപ്പിക്കുക. അതിലാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സന്തോഷം. അങ്ങനെ ഇരിക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇത്രയും ആരോഗ്യപ്രദനായ ഈ വ്യക്തി ഇങ്ങനെ ചെയ്യാൻ കാരണം, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ആ രാജ്യം നടത്തിയിട്ടുള്ള 98% യുദ്ധങ്ങളും വിജയിച്ചിട്ടുണ്ട്. എല്ലാ യുദ്ധങ്ങളും വിജയിക്കും. പക്ഷെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ മാക്സെൻസിയൂസ് എന്ന രാജാവിനോട് യുദ്ധം ചെയ്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി തോറ്റുപോയ സംഭവം ആ വ്യക്തിക്ക് താങ്ങാനാവാത്തൊരു വിഷമമായി. ഉടനെ വീണ്ടും യുദ്ധത്തിൽ മാക്സെൻസിയൂസ് രാജ്യവുമായി യുദ്ധം ചെയ്ത് തോറ്റപ്പോൾ ഈ വ്യക്തി മുറിയിൽ കയറി. ഒരു മനുഷ്യനില്ല മുറിയിൽ കയറി സങ്കടത്തോടെ ഭയങ്കര വിഷമിച്ചിരിക്കുമ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു സ്വരം കേട്ടു. റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി കേട്ടത് ഇങ്ങനെയാണ്: നിനക്ക് ജയിക്കണമോ ഒരു കുരിശ് റോമിന്റെ പതാകയിൽ തുന്നിച്ചേർക്കുക. ക്രിസ്ത്യാനിയെ കണ്ണെടുത്ത് കണ്ടുകൂടാത്തൊരു വ്യക്തിയേക്കാണ് അതേ ഉടനെ ഞെട്ടി. ഇതെന്താ ഈ സ്വരം എന്ന് പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു. ഒരിക്കൽ കൂടി ആ സ്വരം ഉണ്ടായി: നിനക്ക് ജയിക്കണമോ ഒരു കുരിശ് റോമൻ പതാകയിൽ തുന്നിച്ചേർത്ത് വെക്കാൻ പറഞ്ഞു. ഈ വ്യക്തിക്ക് ഇത് ദൈവസ്വരമാണെന്ന് മനസ്സിലാക്കി ഈ വ്യക്തി ഒരു കുരിശിന്റെ ഒരു രൂപം, റോമിലെ യുദ്ധത്തിന് പോകുമ്പോൾ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിലുള്ള റോമൻ പതാകയുടെ മുകളിൽ തുന്നിച്ചേർത്തു ഈ മനുഷ്യൻ. ഈ രാജാവ് ഗംഭീരമായ ആൾവാർത്തമുള്ള ആളുകൾ ബഹുമാനിക്കുന്ന രാജാവ്, കുരിശിനെ ഇഷ്ടമില്ലാത്ത മനുഷ്യൻ, കുരിശ് തുന്നിച്ചേർത്ത് എന്നിട്ട് യുദ്ധം നയിക്കുക. ഈ കുരിശുള്ള പതാക മുന്നിൽ നിർത്തി രാജ്യത്തിലെ മുഴുവൻ ആളുകളും മാക്സെൻസിയൂസ് എന്ന വ്യക്തിയോടും ആ രാജ്യത്തോടും യുദ്ധത്തിനായി പുറപ്പെട്ടു. ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അത്ഭുതകരമായി അവിടെ ജയിച്ചു. അതിനുശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഇരുന്ന് കരഞ്ഞ അതേ മുറിയിൽ കയറി, ദൈവമേ, തോൽവി മൂലമുണ്ടായ സഹനത്തിൽ വിഷമിച്ചപ്പോൾ കേട്ട ദൈവസ്വരം, ആ കുരിശിത രൂപം ചേർത്ത് പിടിക്ക്. അതിനുശേഷമാണ് മിലാൻ വിളംബരം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പുറപ്പെടുവിച്ചത്. അതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ്: റോമിൽ ഇനി ഒരൊറ്റ മതമുള്ളൂ, അത് ക്രിസ്ത്യൻ മതമാണ്. റോമിൽ ഇനി ഒരു ഉയർന്നു നിൽക്കുന്നത് കുരിശിത രൂപമായിരിക്കും. എനിക്ക് വിജയം നൽകിയത് കുരിശിന്റെ ശക്തിയാണ്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വാക്കാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിക്കേ, സഹനത്തിന് വലിയ അർത്ഥമുണ്ട്. 2 തരത്തിലുള്ള സഹനമുണ്ട്. ഒന്ന്, വലിയ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണിട്ട് ചിലർ വെള്ളം കുടിക്കുന്നവരുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് ആ സഹനമാണ്. ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു, നന്നായിട്ട് ധ്യാനവും പ്രാർത്ഥന എല്ലാം ഉള്ള വിശുദ്ധനായി ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തിക്ക് സഹനം. ഇത് രണ്ടും തമ്മിൽ ഒത്തിരി പേർക്ക് അർത്ഥം മനസ്സിൽ. ഇതെന്താ, ആ വ്യക്തി എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഭയങ്കര സഹനമാണല്ലോ. ശ്രദ്ധിച്ച്, എന്നും പള്ളിയിൽ പോയി വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്കും കുരിശ് ലഭിക്കും, സഹനം ഉണ്ടാവും. എന്നാൽ ചില വലിയ പാപത്തിൻ്റെ പടുകുഴിയിൽ വീണത് പരിണിത ഫലമായിട്ട് സഹനം വരും. എന്തിനെ? 2 അർത്ഥം. അതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന. പത്രോസിലേക്ക് എഴുതിയിട്ട് ഒരു വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം നോക്കിക്കേ. നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന ഒരു സഹനവും നിങ്ങൾ ഭയപ്പെടണ്ട. ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളമാണ് അത്. അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും. അടുത്ത വചനം ശ്രദ്ധിച്ചു കേട്ടെ. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള ഒരു ബ്ലെസ്സിങ്, ഒരനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്നും കൂടെ വചനം കേട്ടെ.
യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാനും ഹല്ലേലൂയ പറയാനും മാത്രമല്ല, വചനം എഴുതിയിരിക്കുകയാണ്, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള ഒരനുഗ്രഹം. അപ്പോൾ സഹനത്തിന് ബൈബിൾ ഫിലിപ്പി ലേഖനം കൊടുത്തിരിക്കുന്നത് അനുഗ്രഹത്തോടാ ചേർത്ത് വെച്ചിരിക്കുന്നത്. അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, സഹനം, നല്ല വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സഹനം ഉണ്ടെങ്കിൽ അത് അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കാണ്. ചില വ്യക്തികൾ വലിയ പാപത്തിൻ്റെ പടുകുഴി വീണ് അതിൻ്റെ പരിണിത ഫലമായി സഹനം ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിനാണ്. ശരിക്കും കേട്ടെ, ഒത്തിരി തെമ്മാടിത്തരത്തോടെ ജീവിച്ചു, ഉള്ള പാപം മുഴുവൻ ചെയ്ത് എല്ലാം തോന്നിയ പോലെ ജീവിച്ചു, ആളുമില്ല, അർത്ഥമില്ല, ആരും പറഞ്ഞാലും കേൾക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സഹന കാലഘട്ടം വന്നു. അങ്ങനെ ഏതെങ്കിലും വ്യക്തി സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയോട് ഓർക്കണം, അത് ആ വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് ദൈവം കൊടുക്കുന്നതാണ്. ഹല്ലേലൂയ. ചില വ്യക്തികൾ എന്നും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു. അവരോട് നിങ്ങൾ പറയും, നിങ്ങൾ എന്നും പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് സഹനമാണല്ലോ. അതെന്തിനാണെന്നറിയോ? അത് ഈ വചനത്തോട് ചേർത്ത് വെച്ച അത് അനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചേ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചെന്ന് കേൾക്കുക. അവൻ കടന്നു പോകുമ്പോൾ ജന്മന എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴേ അന്ധനായ ഒരാളെ കണ്ടു, കണ്ണ് കാണത്തില്ലാത്ത ഒരാളെ കണ്ടു. അപ്പോൾ ഉടനെ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, റബ്ബി, ദേ ഒരു അന്ധനായ ഒരാൾ പോകുന്നു, അവൻ അന്ധനായി പോയത് ആര് ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലമാണ് അതെന്ന് ചോദിച്ചു. ഈശോ ഉടനെ പറഞ്ഞു, മക്കളെ, അത് ആരുടെയും പാപത്തിൻ്റെ പരിണിതമല്ല, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ പ്രകടമാകാൻ. ഹല്ലേലൂയ. അന്ധനായ വ്യക്തിയുടെ പ്രത്യേകത എന്താണ്? ഒന്നും നമ്മളെപ്പോലെ ഒരു മനുഷ്യനെ ഒരിക്കലും കണ്ടിട്ടില്ല, മനുഷ്യൻ്റെ രൂപം എന്താണെന്ന് അറിയത്തില്ല, പ്രകൃതി എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, വീട്ടിലുള്ളവരെ പോലും ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് അന്ധനായ വ്യക്തി. ശിഷ്യന്മാർ നോക്കിയപ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കര സഹനം, ഭയങ്കര ബുദ്ധിമുട്ട്, കണ്ണ് കാണത്തില്ല, എപ്പോഴും വടികുത്തി നടക്കണം, ആരെങ്കിലും പിടിച്ചുകൊണ്ട് നടക്കണം, ഭയങ്കര സഹനമാണ്. ശിഷ്യന്മാർ വിചാരിച്ചു ഇത് ആരുടെയോ പാപത്തിൻ്റെ പരമായി സഹനമെന്ന്. ഈശോ പറഞ്ഞു, ആ വചനം നോക്കിക്കേ, ആരുടെയും പാപത്തിൻ്റെ പരിണിതമല്ല, ഈ വ്യക്തിക്കുണ്ടായ സഹനം ദൈവപ്രവൃത്തി അവനിൽ പ്രകടമാകാൻ. ഹല്ലേലൂയ. ഇനി ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സഹനത്തിലാണെങ്കിൽ ഈ വചനം ഒന്ന് ഏറ്റെടുത്തോ. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു സങ്കടത്തിലോ ഉമ്മി കത്തിപ്പോകുന്നോ നീറിപ്പൊകഞ്ഞായിരിക്കുന്നേ കേട്ടോ, അത് എന്തിനാണെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. അത് ദൈവപ്രവൃത്തി ആ വ്യക്തിയിലും ആ വ്യക്തി ഉൾപ്പെടുന്ന കുടുംബത്തിലും പ്രകടമായി വരാൻ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബത്തിലെ ഒരു മകൻ ഭയങ്കര തോന്നിവാസമായിട്ട് ജീവിക്കുകയാണ്. അമ്മയാണ് ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്, പക്ഷെ മകൻ ഇങ്ങനെ തെമ്മാടിത്തരവും ഒരു സ്നേഹവും ഇല്ല, കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആളുകളൊക്കെ ഈ ചേച്ചിയോട് ചോദിച്ചു, എവിടെയാടി നിന്റെ ദൈവം? നിന്റെ ദൈവം എന്തിയേ? ഇപ്പം നീ പള്ളിയിൽ പോയിട്ട് എന്തായി? ആളുകളങ്ങനെ തൊക്കും തൊങ്ങലും വെച്ച് ചോദിക്കാൻ തുടങ്ങി. ഇതാ വ്യക്തിയുടെ ചങ്കിനകത്ത് കൊണ്ടു എന്നും പ്രാർത്ഥിച്ച, വലിയ ഒരു തെറ്റും അധികമൊന്നും ആരോടും ചെയ്യാത്ത, ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട് ആളുകൾ ചോദിക്കൂ, എവിടെയാടി നിന്റെ ദൈവം? നിന്റെ ദൈവം എവിടെയാടി? അപ്പോഴും ഈ അമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? ഈ അമ്മച്ചി ദൈവത്തെ മുറുക്ക പിടിച്ച് ആ മകൻ്റെ മാറ്റത്തിന് വേണ്ടി ഉള്ള സഹനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തു. എന്ത് സംഭവിച്ചു? ആ മകൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം എന്നവണ്ണം ഒരു വലിയ ദൈവപ്രവൃത്തി സംഭവിച്ചു. ആ മകൻ്റെ യോഗ്യത കൊണ്ടല്ല, ഈ അമ്മയുടെ സഹനം കൊണ്ട്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. ഇന്ന് ഒരു JCB ഡ്രൈവറായിട്ട് ആ വ്യക്തി നിൽക്കുന്നു, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നു. ഇവനാണോ ഒരു 7 വർഷം മുമ്പ് കുടിച്ചിതിലെ നടന്നേന്ന് നമുക്ക് പോലും അത്ഭുതം. മുഖത്തിൻ്റെ ഷേപ്പ് മാറി, രീതി മാറി, ഇടപെടൽ മാറി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, നല്ല കുടുംബം. ഒരാൾ പോലും മനസ്സിൽ വിചാരിച്ചതല്ല. ഇന്ന് അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവൻ്റെ അമ്മയാ. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ വാക്കിതാണ്, അച്ഛാ, ഞാൻ ഇച്ചിരി സഹനം ഏറ്റെടുത്താൽ എന്നാ, എൻ്റെ മകനെ മാറ്റി കിട്ടിയല്ലോ, എൻ്റെ മകൻ പള്ളിയിൽ കയറുന്ന ഒരാളായല്ലോ, അവന് വിശ്വാസമുണ്ടല്ലോ. നോക്കിക്കേ, എന്തിനാ ഈ അമ്മ ഇത്രയും നാൾ സഹിച്ചതെന്ന് ചിന്തിച്ചാലോ. ഇങ്ങനെ ഒരു അത്ഭുത ദൈവപ്രവൃത്തി ഈ അമ്മ ഏറ്റെടുത്ത സഹനത്തിലൂടെയാ സംഭവിച്ചേ. ഹല്ലേലൂയ.
ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സഹനത്തിലാണെങ്കിൽ ഓർത്തോ, നിങ്ങളിലൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന കുഞ്ഞ് സഹനത്തിലൂടെ നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ ദൈവപ്രവൃത്തി സംഭവിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് IS ഭീകരത രക്ഷപ്പെട്ട ടോം ഉഴുന്നാലിലച്ഛൻ, ഇത് വലിയ വാർത്തയായിരുന്നു. എല്ലാ ചാനലുകളും ഇത് വാർത്തയാക്കി. പ്രധാനമന്ത്രി സ്വീകരിക്കുന്നു, വലിയ പ്രസിഡന്റുമാർ സ്വീകരിക്കുന്നു, മുഖ്യമന്ത്രിമാർ സ്വീകരിക്കുന്നു, ആദരിക്കുന്നു, ഇതിനെക്കുറിച്ചുള്ള വലിയ വാർത്ത. അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ ചിന്തിച്ചു, അതിനകത്ത് ടോമച്ചൻ പറഞ്ഞൊരു വാക്ക്, there is a crown. ക്രൗൺ എന്ന ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം തലയിൽ വെക്കുന്ന കിരീടം എന്നാണ്. ടോമച്ചൻ ഇന്റർവ്യൂവിന് പറഞ്ഞൊരു വാക്ക്, there is a crown for every suffering. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനമുണ്ട്, സങ്കീർത്തനം 90-ാം അധ്യായം 15-ാമത്തെ വാക്യം. ഒരിക്കലും മറക്കരുത്, സങ്കീർത്തനം 90:15. നോക്കിക്കേ, അവിടുന്ന് നിങ്ങളെ പീഡിപ്പിച്ചിടത്തോളം ദിവസങ്ങളും നിങ്ങൾ ദുരിതം അനുഭവിച്ചിടത്തോളം വർഷങ്ങളും സന്തോഷിക്കാൻ ഇടയാക്കും. ഹല്ലേലൂയ. 10 ദിവസം സഹിച്ചാൽ അതിനിരട്ടി ദിവസം സന്തോഷിക്കാൻ ദൈവം ഇടയാക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി പറയാം, 100, 20 വർഷം 15 വർഷം സഹിക്കുന്നവരുണ്ടാകും, സന്തോഷിക്കാൻ ദൈവം ഇടയാക്കും. അതെങ്ങനെയാ ഇടയാക്കുന്നത്? ഏത് സഹന? എല്ലാ സഹനത്തിലും ഇതുപോലെ വരില്ല കേട്ടോ. ഈ കുരിശിന്റെ രൂപമാണെ പോലും ഈശോയുടെ രൂപം വച്ചിരിക്കുന്നത് ഈ കുരിശിനോട് ഒട്ടിച്ചേർന്നാ വച്ചിരിക്കുന്നേ. ശരീരം ഈ കുരിശിനോട് ചേർന്നാ ഇരിക്കുന്നേ. ഈ സൈഡ് ഫ്രീ ആണ്. അതായത് പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സഹനം ഉണ്ടാകുമ്പോൾ ഈശോയുടെ ശരീരം ഈ കുരിശിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ എൻ്റെ സഹനങ്ങളും ഈ കുരിശിൻ്റെ ഈ ഭാഗത്ത് ചേർത്ത് വച്ചാൽ ഇതൊരിക്കലും ഒരു കൃപയല്ലാത്ത രീതിയിൽ തിരിച്ചു വരത്തില്ലെന്ന അർത്ഥം. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. എന്നാൽ ചില സഹനങ്ങൾ വരുമ്പോൾ ആരെയും ചോദിക്കും, എവിടെയാടി നിന്റെ ദൈവം? നീ പള്ളിയിൽ പോയിട്ട് ഇപ്പം എന്തായി? നീ ശുശ്രൂഷയ്ക്ക് പോയിട്ട് എന്തായി? അങ്ങനെ പ്രത്യാശയില്ലാത്ത വാക്കുകൾ പറയുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളെ നോക്കിയിട്ട് പറയും, ഇതേ നിങ്ങളുടെ മക്കളിപ്പോൾ എന്തായി, അങ്ങനെ എന്തായി? പ്രിയപ്പെട്ട ഒരു സഹനം ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിർത്തിയാൽ അത് കൃപയ്ക്ക് കാരണമാകും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ഞാൻ ഈ ടോമച്ചനെ കുറിച്ചുള്ള പേപ്പറിനകത്ത് വായിച്ചപ്പോൾ കണ്ടൊരു കാര്യം. ടോമച്ചനോട് IS ഭീകരർ ചോദിച്ചു, അഴിച്ചു വിട്ടിട്ട് പറഞ്ഞു, ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഒരു പക്ഷേ ഓടി രക്ഷപ്പെടാൻ നോക്കിയേനെ. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം, ഏതെങ്കിലും വണ്ടി കയറി എവിടെയെങ്കിലും എത്താൻ നോക്കിയാൽ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞു എന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾ വിടുമ്പോൾ എന്നെ വിട്ടാൽ മതി, നിങ്ങൾ വിടുന്ന സമയത്ത് വിട്ടാൽ മതി, ഞാൻ അന്നേരെ പോകുന്നുള്ളൂ. അവർ പരീക്ഷിച്ചതാ. അപ്പം ഈ അച്ഛൻ ഇങ്ങനെ ഒരു മുറിക്കകത്ത് ഏകദേശം ഇത്രയും ദിവസങ്ങൾ ഒരേ ഒരു വസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ഒരു മുറിക്കകത്തിരിക്കുന്നത് നമ്മളെപ്പോലൊരു സാധാരണക്കാരനാണെങ്കിൽ മനസ്സിളകിപ്പോവും, മാനസികരോഗിയായി പോവും. നമുക്കത്ര സഹനം ഏറ്റെടുക്കാനുള്ള കഴിവില്ല. പക്ഷേ ഈ അച്ഛൻ ആ ഇടുങ്ങിയ മുറിയിൽ പുറകിൽ എവിടെയാ ലോകമെന്ന് അറിയാത്ത സ്ഥലത്ത്, ഒരുപാട് ഒട്ടും സംസാരിക്കാൻ പോലും അവസരമില്ലാത്തൊരു സ്ഥലത്ത്, ഭാഷ അറിയാത്തൊരു സ്ഥലത്തിരുന്നപ്പോൾ ഈശോയുടെ കുരിശിനോട് ചേർത്ത സഹനത്തെ വെച്ചപ്പോ പ്രധാനമന്ത്രി വരെ ബൊക്ക കൊടുത്ത് ഒരു സാധാരണ അച്ഛനെ സ്വീകരിക്കുക, ഗവർണർ സ്വീകരിക്കുന്നു. എന്തിനാ ഒരു സാധാരണ ഇന്നുവരെ പേര് പോലും കേട്ടിട്ടില്ലാത്ത ഒരു അച്ഛനെ പ്രധാനമന്ത്രി ആദരിക്കുന്ന? വ്യക്തിയുടെ ഗുണമല്ല, ദൈവം തെരഞ്ഞെടുത്ത ഒരാളുടെ സഹനത്തിന് വലിയ ആളുകൾ വരെ ബഹുമാനിക്കും. സഹനത്തിന്റെ വില. There is a crown. കിരീടമുണ്ട്. ഹല്ലേലൂയ. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു പക്ഷേ അതാ വചനം പടി സങ്കീർത്തനം 90:15, നീ സഹിക്കാൻ ഇടയാക്കിയ അത്രയും ദിവസങ്ങൾ, നീ സഹനത്തിന് ദൈവം ഒരുക്കി വെച്ച 10 വർഷമാകാം, അത്രയും അതിൻ്റെ ഇരട്ടിയും സന്തോഷിക്കാൻ ദൈവം ഇടയാക്കും. ഒരു കരം ഉയർത്തി ഉറക്കെ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. സഹനത്തിന് വലിയ അർത്ഥമുണ്ട്. ഇനി ഓർത്തോ, സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ പലരും നമ്മളോട് ആദ്യം പറയും, നിങ്ങൾ ഈ പ്രാർത്ഥനയൊക്കെ കുറച്ച് കുറയ്ക്ക്, നിങ്ങളൊന്ന് സാധാരണ പോലെ ആക്, നിങ്ങൾ എന്തിനാ ഓടണേ, നിങ്ങൾ എവിടെ ഈ പ്രാർത്ഥിക്കാൻ പോണേ, എന്തിനാ ആൾ കൂടുന്നിടത്ത് കൂടണേ? ഇതങ്ങനെ 100,000 ന്യായങ്ങളിങ്ങനെ പെട്ടെന്ന് നമുക്ക് തോന്നുന്ന ന്യായവും യുക്തവുമാണെന്ന് തോന്നുന്ന
ചിന്തകൾ വരും. എന്നാൽ അധികമാരും ഒരു സഹനത്തിൽ എൻ്റെ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താൻ സഹായിച്ചു എന്ന് വരില്ല. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ നോക്കിക്കേ. ജോബ് എന്ന വ്യക്തി ഒരു സമ്പന്നനായിരുന്നു. പക്ഷെ ആ വ്യക്തിയുടെ സമ്പത്തും പോയി, ആരോഗ്യവും പോയി. ഒരു വലിയ സഹനത്തിലെത്തിയപ്പോൾ ഭാര്യ പോലും പറഞ്ഞു, നീ ദൈവത്തെ ശപിക്കും മനുഷ്യ, ഞാൻ പോവാ. നിങ്ങൾ ഈ ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നിരിക്കുമല്ലേ, അത് നിർത്ത്, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ ജോബ് പറഞ്ഞൊരു വാക്കുണ്ട്, ദൈവത്തിൽ നിന്ന് വരുന്ന നന്മ മാത്രം സ്വീകരിച്ചാൽ പോരടി, സഹനങ്ങൾ സ്വീകരിക്കണം. അതായത് ജോബിന്റെ ഭാര്യ പോലും ജോബിന്റെ കണ്ണുകളെ ദൈവത്തിൽ നിന്ന് അകറ്റാനാ നോക്കിയേ. ജോബ് ആ സഹനത്തെ മുറുകെ പിടിച്ചു. ജോബിനെ കണ്ടു പഠിക്കണം. ജോബ് ഏറ്റെടുത്ത സഹന രീതി കണ്ടു പഠിക്കണം. ഞാനും നിങ്ങളും പൊട്ടാസ് പോലെ പൊട്ടിപ്പോകും കുഞ്ഞൊരു സഹനത്തിന്റെ മുമ്പിൽ. എന്നാ കേട്ടോ, ഈശോയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്ന സഹനമാ നമ്മുടേതെങ്കിൽ അതൊരു വലിയ കൃപയായി നമുക്ക് ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ജോബ് പറഞ്ഞൊരു കാര്യം, ദൈവത്തിൽ നിന്ന് നന്മ മാത്രം സ്വീകരിച്ചാൽ പോരാ, അത് ഞാൻ എൻ്റെ ദൈവം എനിക്ക് തന്ന പോലെ സഹനവും ഞാൻ ഏറ്റെടുക്കും. ജോബിനെ കണ്ടു പഠിക്കണം. ജോബിൻ്റെ സഹനം ബൈബിൾ എഴുതിയിട്ടുണ്ട്, അത് വലിയൊരു അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും കാരണമായി. ഹല്ലേലൂയ.